ഞാനൊരു ദിവസം എൻ്റെ വീട്ടിൽ ചെറിയൊരു ഓഫീസ് റൂമാണ്. അപ്പോൾ ഭാര്യ ഇങ്ങനെ എപ്പോഴും പറയും, വീട് മൊത്തം പെയിൻ്റ് അടിക്കാൻ അയക്കണമെന്ന് പറയും. അതൊക്കെ മൊത്തം പെയിൻ്റ് അടിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമൊക്കെ ഒത്തുവരണ്ടേ. അപ്പോൾ ഒരു ദിവസം പെണ്ണുങ്ങൾ പറഞ്ഞു, മൊത്തം പെയിൻ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓഫീസ് റൂമെങ്കിലും ഒന്ന് പെയിൻ്റ് അടിക്കണം എന്ന് പറഞ്ഞു. ഇതുപോലിങ്ങനെ വല്ലാതെ പറഞ്ഞപ്പോൾ എനിക്കും തോന്നി, കുറച്ച് പെണ്ണുങ്ങൾ പറഞ്ഞത് നമ്മൾ അനുസരിക്കണമല്ലോ. എന്താ നിങ്ങളെ അഭിപ്രായം? ഇവിടെ കൂടുതൽ അനുസരിക്കേണ്ടി വരും. നിങ്ങൾ പുതിയാപ്പിളാരുടെ രാജ്യമാണ് ഇവിടെ. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഇവിടെ പുതിയാപ്പിളാരുടെ രാജ്യം. പുതിയാപ്പിള അങ്ങോട്ട് പോലും അങ്ങോട്ട് വരും, രണ്ടും ഉണ്ട്. അതൊരു ക്ഷീണമുള്ള കാര്യമൊന്നുമല്ല. അതിപ്പോൾ ഒരു ക്ഷീണമുള്ള കാര്യമൊന്നുമല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും ഒരു രാജ്യത്തിൻ്റെ രീതി അനുസരിച്ച്. ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ പെയിന്റ് തരുന്ന കച്ചവടക്കാരന് വിൽക്കുന്ന കച്ചവടം, അവനോട് കുറച്ച് പെയിന്റിന് വിളിച്ചു പറഞ്ഞു. റെഡിയായി. പെയിന്റൊക്കെ കടം കൊണ്ടുവന്നു. പണിക്കാർക്ക് കൂലി കൊടുക്കാനുള്ള സ്കീമില്ല. പണിക്കാർക്ക് കൂലിയൊക്കെ കൊടുത്ത് പെയിന്റിന്റെ കടം വീടിയിട്ടില്ല. അപ്പൊ ഈ പെയിന്റ് അടിച്ചതൊക്കെ കാണാനും ഇത് സന്തോഷിക്കാനും ഒക്കെ കൂടെ ആയിട്ട് കെട്ടിച്ച 3 പെൺമക്കളും കുട്ടികളും ഒക്കെ വിരുന്നു വന്ന്. ഞാനോരൊക്കെ സന്തോഷിപ്പിച്ചൊക്കെ അവിടെ ഇരുത്തി ഞാൻ വയലിന് പോന്നു. രാത്രി വയല് കഴിഞ്ഞ് ചെന്ന് ബെല്ലടിച്ചു നോക്കുമ്പോൾ ആരെ സൗണ്ടും ഇല്ല, ഒറ്റ കുട്ടിന് സൗണ്ടില്ല. ഞാൻ വിചാരിച്ചു, പടച്ചോനെ, മക്കളൊക്കെ വിരുന്ന് വന്നിട്ട് എന്ത് പറ്റി, ഇത്ര നേരത്തെ അങ്ങനെ ഉറങ്ങുമല്ലോ, ഇവരൊക്കെ കൂടെ ഒന്ന് വന്നിട്ട്, നാളെ ഞായറാഴ്ച സ്കൂളും ഇല്ല, ആരുടെയും സൗണ്ടില്ല. അപ്പോൾ ഭാര്യ പതുക്കെ വന്നിട്ട് വാതിൽ തുറന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പം ഇവളെ മുഖം കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിയ സംഗതി കുഴപ്പമാണ്. അപ്പൊ പറഞ്ഞു, ആ പെയിന്റ് അടിച്ച റൂമുണ്ടല്ലോ, ആ റൂമിൽ ഇവർ 9 പേരക്കുട്ടികളുണ്ട്. LKG, UKG, 2 പ്രീ KG, 2 3-ാം ക്ലാസ്. ഇവർക്കിങ്ങനെ ഈ പെയിന്റൊക്കെ അടിച്ചിട്ട് ചുമരൊക്കെ നല്ല വൃത്തിയായി കണ്ടപ്പോഴേ ആ ചുമരുമ്മ ഇനി ഒരു സ്ഥലത്ത് ചിത്രം വരക്കാൻ ബാക്കില്ല. നിങ്ങൾക്ക് ചിരിച്ചാൽ മതി, എൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ പൈസ പെയിൻറ്റുകാരന് കൊടുക്കാൻ ബാക്കിയാണ്, മനസ്സിലാവും. പണിക്കാർക്ക് മാത്രം കാശ് കൊടുത്തിട്ടുള്ളൂ. അല്ലാഹു റബ്ബി. ചുമരും ഇങ്ങനെ നോക്കുമ്പോൾ ചില വിദ്വാൻമാർ എന്ത് ചെയ്തിക്കണേ, സ്റ്റൂളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് ചുമര് മുഴുവനും ചിത്രം വരച്ച് റെഡിയാക്കി വെച്ചു. ഇതൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് റെഡിയാക്കി വെച്ച് ഞാൻ വരുമ്പം എന്തായിരിക്കും ഇനി സ്ഥിതി? അല്ല, എൻ്റെ സ്ഥിതി അവിടെ കേട്ടെ, നിങ്ങളാണെങ്കിൽ എന്താ മാട്ടെ? നിങ്ങളിപ്പോൾ എൻ്റെ പേരിലായപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ശരി, നിങ്ങളാണ് ആ വാപ്പാന്ന് വിചാരിച്ചാൽ എന്തായിരിക്കും മാട്ടെ? ഒരു ബദർ അവിടെ നടക്കൂലേ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഞാനിങ്ങനെ വേദ പറഞ്ഞ് നടക്കുന്ന ആളായതുകൊണ്ടായിരിക്കും ഞാൻ ഈ വാതിൽ തുറന്ന് ഈ ചുമരൊക്കെ ഇങ്ങനെ ചിത്രം വരച്ച് കണ്ടപ്പോൾ ഞാൻ മെല്ലെ ഒന്ന് കൈമുട്ടിയിട്ട് ഉഷാറായിട്ടുണ്ടല്ലോ, ഉഷാറായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ ഇങ്ങനെ അറിയുമെങ്കിൽ നമുക്ക് പെയിന്റിങ്ങിന് ആളെ വിളിക്കേണ്ടിയിരുന്നില്ല. ഈ ചിത്രം ആരാ വരച്ചത്? ഓനിക്കാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ബെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഒരാൾ കട്ടിലിൻ്റെ ഉള്ളിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ഇപ്പം അത് ഞാനാണെന്ന്. അല്ലാ, 3 മിനിറ്റ് കൊണ്ട് കള്ളന്മാരും മുഴുവനും ഹാജരായി. ഞാൻ എൻ്റെ ചെറിയ മോനോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഈ ചിത്രം വരച്ച ആളുകൾക്കൊക്കെ സമ്മാനം കൊടുക്കണം. അതുകൊണ്ട് ഇപ്പം എല്ലാവരും ഉറങ്ങുക, നാളെ എല്ലാവർക്കും സമ്മാനം തരാം. രാവിലെ വിളിച്ചിട്ട് ഇതാരാ വരച്ചത്? ഇതിന്നാ ഒരു മോള കുട്ടി. ഓനിക്കൊരു പുസ്തകവും ഒരു പെൻസിലും കൊടുത്തു. ഇതായിരിക്കാം ഇതൊരാൾ. ഓനിക്കൊരു പുസ്തകം പെൻസിലും കൊടുത്തു. 9 പേരക്കുട്ടികൾക്ക് 9 പുസ്തകവും കൊടുത്തു, 9 കളർ പെൻസിലും കൊടുത്തു. ഇവരെല്ലാവരും നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിത്രമൊക്കെ ഉഷാറായിട്ടുണ്ട്, നിങ്ങളെ കലകളൊക്കെ ഉഷാറായിട്ടുണ്ട്, എല്ലാവർക്കും ഫസ്റ്റ് മാർക്ക് തരാം. എല്ലാവരുടെ ബുക്കിലും ഒക്കെ ഒന്ന് ഇങ്ങനെ സ്റ്റാർ വരച്ചു കൊടുത്തു ഒക്കെ റെഡിയാക്കിയിട്ട് ഇനി നിങ്ങൾ വരക്കുമ്പോൾ കടലാസിൽ വരച്ചാൽ മതി, ഒന്നും ചുമരുമ വരക്കരുത് കേട്ടോ. അല്ലാഹു റബ്ബി. ഇപ്പം നമ്മളെ നിസാരിയിലുണ്ടല്ലോ കുട്ടികളൊരു ചിത്രം വരക്കരുത്. ആ ചിത്രം വരക്കലിൽ നമ്മളെ പേരക്കുട്ടിക്കാണ് ഫസ്റ്റ്. ഞാൻ അന്ന് അവർക്ക് ഇങ്ങനെ ഒരു സമ്മാനം കൊടുത്ത് അവരെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ചതുകൊണ്ട് കുട്ടികൾക്കൊക്കെ റായത്തെ. മറിച്ച് അവിടെ ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തു, ഒരു കുട്ടിനെ പിടിച്ചിട്ട് കിട്ടിയ കുട്ടിനെ പിടിച്ചിട്ട് ഒന്നാണ്ട് കൊടുത്തു. നോക്കുമ്പോൾ ഓൻ വരച്ച ആളല്ല, അത് രണ്ടാമത്തെ മോളെ കുട്ടി. അടി ഓനിക്കാണ് കിട്ടിയത്, ചിത്രം വരച്ചത് മറ്റേ കുട്ടിയാണ്. സ്വാഭാവികമായിട്ടും ആ മോളെന്ത് പറയും, ഇവിടെ ഒന്നും ഇങ്ങനെ തന്നെയാണ്, എൻ്റെ കുട്ടിയൊക്കെ തന്നെയാണ് അടി കിട്ടല്, അതുകൊണ്ട് ഞാൻ പോകാം, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കണ്ടോ, മക്കൾക്കിടയിൽ പ്രശ്നമാകുമേ. മുതിർന്ന തലമുറ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ പെയിന്റിന് പൈസ കൊടുത്തിട്ടില്ല,
ഞാനിത് കുറച്ച് കടായിട്ട് ചെയ്തതാണ്, ഇതൊക്കെ വൃത്തി സൂക്ഷിക്കണം. ഇതൊന്നും പ്രീ KG പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല, ഇതൊന്നും LKG പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല, ഇതൊന്നും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല. അപ്പൊ കുട്ടിയോട് ദേഷ്യം പിടിച്ച് അടിപിടി ഉണ്ടാക്കിയത് കൊണ്ട് കുട്ടി നന്നാകുമോ? നന്നാകൂല. അവിടെ മുതിർന്ന എനിക്കറിയാം, ഞാനാണ് അവിടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. ഞാനാണ് വല്യപ്പ, ഞാനാണ് വാപ്പ. കുട്ടിക്ക് ഇതിന്റെ ബുദ്ധിയൊന്നുമില്ല. ഈ പ്രീ KGയിൽ പഠിക്കുന്ന കുട്ടി, യാ റബ്ബ് യാ റബ്ബ്. ഓ പ്രിയപ്പെട്ടവരെ, അഖ്ലാഖുദ്ദീൻ, പെരുമാറ്റ ശാസ്ത്രം എന്ന് പറയുന്നതുണ്ട്. ഈ പെരുമാറ്റ